നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇപ്പോ അങ്ങനെ ചെന്നൈയിലെ ഓരോ കണ്ടസ്റ്റൻസിനായിട്ട് ഓരോ മത്സരാർത്ഥികളായിട്ട് വീട്ടിലോട്ട് കയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്കറിയാൻ കഴിഞ്ഞത് 18 പേരാണ് വീട്ടിനകത്തോട്ട് കയറുന്നത് എന്നുള്ളത്. 4-5 പേര് കയറി കഴിഞ്ഞു എന്നറിയുന്നു. അപ്പൊ അതനുസരിച്ച് നമുക്ക് ലിസ്റ്റുകൾ കിട്ടുന്നു. എങ്കിലും ഈ 18 പേരിൽ അവിടെ കയറുമെന്ന് 100% ഉറപ്പുള്ള 17 പേരുടെ പേരുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 17 പേരുകളാണ്. അതിൽ ഒരു പേരാണ് ഇപ്പോഴും ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന ആരെന്ന് അറിയത്തില്ല. ബാക്കിയുള്ള 17 പേരുടെ പേരുകളാണ് ഇതിനകത്ത് ഞാൻ ഉൾപ്പെടുത്താൻ പോകുന്നത്. ആദ്യം തന്നെ പുതിയതായിട്ട് കിട്ടിയ 2 പേരുകൾ, അത് നമുക്ക് ആദ്യം പറയാം. പുതിയതായിട്ട് കിട്ടിയ 2, അതായത് ഞാൻ ഇതുവരെയും പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഇല്ലാത്ത, ഇന്നലെ നമ്മൾ അറിഞ്ഞ പക്ഷെ കൺഫർമേഷൻ ഇല്ലായിരുന്നു, ഇന്ന് 101% കൺഫർമേഷൻ ആയ 2 പേര്. ആ 2 പേര്, ഒന്ന് അൻസിബ ഹസൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. അൻസിബ ഹസൻ നമ്മുടെ ദൃശ്യത്തില് മോഹൻലാലിന്റെ മകളായിട്ട് അഭിനയിച്ച, മൂത്ത മകളായിട്ട് അഭിനയിച്ച അൻസിബ ഹസൻ. രണ്ടാമത്തത് ശ്രീതു കൃഷ്ണ, പത്രമാറ്റ സീരിയൽ അങ്ങനെ എന്തോ ആണ്, ഫോട്ടോ എടുക്കാം. ശ്രീതു കൃഷ്ണ. ഈ 2 പേരാണ് നമുക്കൊരു കൺഫ്യൂഷൻ ഉള്ളത്. ഇന്നത് 100% ഉറപ്പായി വീടിനകത്ത് കയറി എന്നറിയുന്നു ഈ 2 പേര്. അൻസിബ ഹസനും ശ്രീതു കൃഷ്ണൻ, ഈ 2 പേരും എന്താണ് കൺഫേം ആണ്. 101% കൺഫേം ആയിട്ട് നമുക്ക് അറിയാൻ കഴിയും. നമ്മൾ നോക്കിയപ്പോ ഇപ്പൊ കിട്ടുന്നതും പെൺകുട്ടികളുടെ പേരാണ്. എനിക്കൊരു പിടുത്തവും ഇല്ല. അപ്പോ ഇനി തപേന നമ്മൾ പേര് വായിച്ചത് ജാൻമണി, ഇത് 2ആയി. ജാൻമണി 3, ശ്രീലേഖ ഈ പറയുന്ന ആക്ട്രസ് ആണ് 4, ഗബ്രി ജോസ് ആക്ടറാണ് 5, ശരണ്യ ആനന്ദ് 6, ഋഷികുമാർ മുടിയൻ 7, ജിൻഡോ നമ്മുടെ ബോഡി ക്രാഫ്റ്റ് എന്ന് പറയുന്ന ജിൻഡോ 8, അപ്സര ആൽബി, ഷിജോ ടാക്സിലെ ഷിജോ, നമ്മുടെ ബ്യൂട്ടി വ്ളോഗറായ ജാസ്മിൻ ജാഫർ, പൂജ കൃഷ്ണ, യമുന റാണി. അടുത്ത് വന്നിട്ട് ജസീല പർവീൺ. ഈ ഒരു പേരിൽ എനിക്കിപ്പോഴും കൺഫർമേഷൻ ആയിട്ടില്ല. ഈ ജസീല പർവീൺ ഇതിൽ ഉൾപ്പെടുത്തുകയാണ്. പക്ഷെ എനിക്കിപ്പോഴും അതിന്റെ ഒരു പേഴ്സണലി എനിക്കൊരു കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. ഈ ജസീല പർവീൺ നിങ്ങൾ മനസ്സിൽ വെച്ചിരിക്കോ. അടുത്ത പേര് റസ്മിൻ ഭായിയും നിഷാനയും. നമുക്കറിയാം അവിടെ കോമണേഴ്സ് ആയ റസ്മിൻ ഭായിയും നിഷാനയും. പിന്നെ വന്നിട്ട് മറ്റൊരു പേര് ഒന്നുകൂടി പറയാണ്ട്, ആസി റോക്കി എന്ന് പറയുന്ന ഒരു പുള്ളി, അതും കൺഫേം ആണെന്നാണ് നമുക്ക് അറിയുന്നത്. അസി റോക്കി. അപ്പോ 17 പേര് ഒരിക്കൽ കൂടി വായിച്ചു കഴിഞ്ഞാല് ഇപ്പം പുതിയതായി കിട്ടിയ 3 പേര് അസി റോക്കിയും അൻസിബ ഹസനും പിന്നെ ശ്രീതു കൃഷ്ണ, ഈ 3 പേരാണ് കൺഫേം വന്നിട്ട് നമുക്ക് പുതിയതായിട്ട് കിട്ടിയ 3 പേരുകൾ. ബാക്കിയുള്ള പേരുകൾ നാം നോക്കുകയാണെങ്കിൽ ജാൻമണി ദാസ്, ശ്രീലേഖ, പിന്നെ എന്താണ് ഗബ്രി ജോസ്, ശരണ്യ ആനന്ദ്, ഋഷി, ജിൻഡോ, അപ്സര ആൽബി, ഷിജോ, ജാസ്മിൻ ജാഫർ, പൂജ കൃഷ്ണ, യമുന റാണി, ജസീല പർവീൻ, റഷ്മിൻ ബായി, പിന്നെ നിഷാന എന്നും, പിന്നെ ഈ പറയുന്ന ലാസ്റ്റ് പറഞ്ഞ 3. അങ്ങനെ മൊത്തം നോക്കി കഴിഞ്ഞാൽ 17 പേരുകളാണ് നമ്മൾ പറഞ്ഞത്. ഈ 17 പേരും 99.9%. ഈ പറയുന്ന ജസീല പർവീന്റെ കേസ് മാത്രമാണ് എനിക്കൊരു ഡൗട്ട് എന്ന് തോന്നുന്നത്. ബാക്കി എല്ലാവരും 100% ഇതിനകത്ത് കയറുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കുറച്ച് പേരൊക്കെ കയറിയിട്ടുണ്ട് എന്ന് അറിയാൻ കഴിയും. എന്തായാലും കുറച്ചും കൂടി കഴിയുമ്പോഴേ ഇതെല്ലാം വ്യക്തമാവും. അതിന് മുമ്പ് ഒരു ചെറിയ വീഡിയോ ആയിട്ട് വന്നതേ ഉള്ളൂ. നമുക്ക് വീണ്ടും കാണാം.